നമസ്കാരം ആരിഫ് നമസ്കാരം. ഹുസൈൻ. നമസ്കാരം. ശ്രീ ആരിഫ് ഹുസൈൻ, നമുക്കറിയാം സിറിയയിൽ വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ പൗരന്മാരോട് നാട്ടിലേക്ക് മടങ്ങാനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യരുതെന്നും ഒക്കെ നമ്മൾ തന്നെ പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ വിമതർ തലസ്ഥാന നഗരമൊക്കെ പിടിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഈ റെബൽ ഗ്രൂപ്പുകൾ അവർ ഈ കഴിഞ്ഞ കാലങ്ങളായി എങ്ങനെയാണ് ഇത്രയും ഇവോൾവ് ചെയ്തു വന്നില്ല? അവർക്ക് അവിടെയുള്ള സ്വാധീനം എത്രത്തോളമാണ്? മാത്രമല്ല, ഇത് ഈ വിമതർ അവിടെ മൊത്തത്തിൽ പിടിച്ചടക്കിയാൽ ഇനി ആ രാഷ്ട്രത്തിന്റെ ഭാവി അങ്ങോട്ടേക്ക് എന്താകും? എന്താണ് മൊത്തത്തിലൊരു വിലയിരുത്തലുള്ളത്? വിമത ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അതൊരു പ്രത്യേകമായിട്ട് എവിടെന്നെങ്കിലും വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊണ്ട് വരുന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട ഒരു സംഗതിയൊന്നുമല്ല. അതാണ് അതിലൊരു കാര്യം. കാരണം ഇപ്പോൾ അവിടെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകൾ അവർ HTS എന്ന് പേരിട്ടിട്ട് ഹിസ്ബുത്ത് തഹരീർ ഷാം അങ്ങനെയുള്ള ഒരു പേരാണ് അതിന് വെച്ചിരിക്കുന്നത്. അതായത് സിറിയയിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശം. എന്ത് അറബി പേരിട്ട് കഴിഞ്ഞാലും അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഹമാസ് എന്ന് പറയുമ്പോൾ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഇസ്ലാമിക രാജ്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം അവിടെ ഈജിപ്തിൽ ഇസ്ലാമിക് ഭരണം കൊണ്ടുവരിക, കാലിഫേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഐസിസ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. താലിബാൻ അവരുടെ ലക്ഷ്യം അതാണ്. നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ഇതൊരു വിമത ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമെങ്കിലും സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം ഒരേ ലക്ഷ്യമാണ്. അത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അവർ ഉണ്ടാക്കി വെക്കുന്ന ചില നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളാണത്. ആ രാഷ്ട്രീയ നീക്കങ്ങളിൽ പലപ്പോഴും ഡിപ്ലോമസിയോ അതല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ലക്ഷ്യങ്ങൾക്കോ പകരം അത് പലപ്പോഴും ഒരു ഫാഷിസവും അതോടൊപ്പം തന്നെ അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഇതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പാർട്ടി ഭരിക്കുന്നു, ഭരണത്തിൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഇലക്ഷനിലൂടെ മറ്റൊരു സംഗതിക്ക് അവിടെ സ്ഥാനം കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഈ മത്സരം അവിടെ ഉറപ്പാക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അതവിടെ നിലനിൽക്കും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മത്സരം അവിടെ നടക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും 5 വർഷം കഴിയുമ്പോൾ ആ സമയം അവിടെ മനസ്സിൽ വെച്ച് സമയബന്ധിതമായി ഇലക്ഷൻസ് വീണ്ടും അവർ നടത്തി വീണ്ടും ഈ പ്രോസസ്സിന് സ്വയം ടെസ്റ്റിന് വിധേയമാകുന്നു, എന്നിട്ട് വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു. ഇതല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. കോൺഗ്രസ് വരുന്നു, BJP വരുന്നു, കോൺഗ്രസ്, ഇതിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അതില്ല. ഈ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾവേസ് പിന്നെ അത് അങ്ങനെയാണ്, അത് ഫിക്സ്ഡ് ആണ്. അതിനൊരു നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളുടെ ഗാസയിൽ ഹമാസ് ഭരണം പിടിച്ച ഒരു രീതി എന്ന് പറയുന്നത്. 2005 ഇസ്രായേൽ അവിടുന്ന് പോയതിന് ശേഷം അവിടുത്തെ ഭരണം ഗാസക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മളുടെ ഫത്താഹ് പാർട്ടിയും അതുപോലെ ഹമാസും ഇവരൊക്കെ കൂടിയുള്ള ഒരു മേഖലയിലേക്കാണ് ഇവർ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. അവരവിടെ ഒരു ഭരണം അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം ഫത്താഹ് പാർട്ടി, പിന്നെ ഒരു ഇലക്ഷൻ നടത്തി. ആദ്യത്തെ ഇലക്ഷനിൽ അവർ ഹമാസ് ഭരണം പിടിക്കുന്ന ഒരവസ്ഥ വരികയാണ്. പിന്നെ അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ 2006 ശേഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 2006 ശേഷം ഇപ്പോൾ 2024 വരെയും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് ആണെന്ന് എത്ര ഈ ഗാസ സപ്പോർട്ടേഴ്സിന് അറിയാം. അവരാണ് അവിടെ ഇപ്പോഴും. അതിൻ്റെ ഔദ്യോഗിക ഭരണാധികാരികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹമാസ് തന്നെയാണ്. അവർ ഇലക്ഷനിലൂടെയാണ് അവിടെ വന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ഇലക്ഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തവണയേ നടക്കുകയുള്ളൂ. അപ്പോൾ അവരവിടെ സ്വന്തം ജനതയെ പറ്റിക്കുന്ന ഒരവസ്ഥ. അവർ ഇലക്ഷൻ എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തെ കാണിച്ച് അതിലൂടെ ഭരണം പിടിച്ചുകൊണ്ട്, അപ്പോൾ അതുവരെ അവർ സാധാരണ നടത്താറുള്ള ഈ സായുധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം ഇതൊരു ടൂളാക്കി എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭരണമാണ്. അതിനൊരു ടൂൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു. സാധാരണ അവർ കൊടുവാളോ അല്ലെങ്കിൽ കമ്പിപ്പാരയാണ് ഉപയോഗിക്കാറ്. തൽക്കാലത്തേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ലക്ഷണം ഒരേ സാധനത്തിൻ്റെ തന്നെയാണ്, ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സിറിയയിലേക്ക് വരുമ്പോഴും ഇപ്പോൾ അവർ പറയുന്ന ഈ ഒരു HST എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ HTS എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ഒരു വ്യത്യാസമൊക്കെ ആയിട്ട് അവർ പറയുന്നുണ്ട്. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നേതാവിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തീവ്രവാദി എന്ന് ഒരു വശത്ത് വിളിക്കുകയും അയാളിപ്പോൾ അത്ര പഴയ പോലെ അത്ര പ്രശ്നക്കാരനല്ല എന്ന് പറഞ്ഞ് അവിടെ ലെജിറ്റിമൈസ് ചെയ്യുന്ന എന്താണ്? ഞങ്ങൾ നിങ്ങളുടെ ബഷർ അൽ അസാദിൻ്റെ കിരാതമായ ഭരണത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സുന്നികളാണ് അവരാണ് ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, ജനങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ. ആ സമയത്ത് അസാദിൻ്റെ സ്വന്തം ആർമി പോലും അവിടെ ചെറുത്തുനിൽപ്പൊന്നും നടത്താതെ അവരിട്ടിട്ട് ഓടുന്ന കാഴ്ചയാണ്. പടക്കോപ്പും പീരങ്കിയും എല്ലാം ഇട്ടിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുക, പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ വ്യാപകമായ മൈനോറിറ്റി അട്രോസിറ്റീസ് അവിടെ അരങ്ങേറുന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ അവിടെ നടക്കുന്നു. ഇനി ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും അവിടെ സംഭവിക്കുന്ന എന്താണ്? അവർ പറയുന്നത് ഇത് ഞങ്ങൾ നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഐസിസ് ഇറാഖ്, സിറിയ ആ ഭാഗങ്ങളിൽ അവർ വന്ന സമയത്ത് അവരും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതായത് നിങ്ങൾ നേരിടുന്ന രാഷ്ട്രീയമായ അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതിനുള്ളൊരു ബദലാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഐസിസ് അവിടെ വളർന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാണ്. അതിന് പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം അത് ഉള്ളതുകൊണ്ട് കൂടിയാണ് അത് സപ്പോർട്ട് അവർക്ക് എടുക്കാൻ കഴിയുന്നത്. അങ്ങനെ അവർ വന്നു. ഇന്ന് നമ്മൾ ഐസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തീവ്രവാദം എന്നൊരു വാക്ക് മാത്രമാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ നമ്മൾ വൈകി. താലിബാൻ വന്നപ്പോഴും പറഞ്ഞാണ്, പണ്ടത്തെ താലിബാൻ അല്ല ഇപ്പോഴത്തെ താലിബാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരും അവിടെ തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ സ്ത്രീകളോടൊക്കെ കുറച്ച് സ്നേഹമൊക്കെ കൂടുതൽ കാണിക്കുന്നതാണ്, പഴയ പോലെ ഞങ്ങൾ അവരെ കൂട്ടിലിടുന്ന ആളുകളല്ല എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകൾ പുരുഷന്മാരായ ഡോക്ടർമാരെ കാണരുത്, സ്ത്രീകളായ ഡോക്ടർമാരെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുകയും എന്നിട്ടിപ്പോൾ അവസാനം സ്ത്രീകൾ ഡോക്ടറാവാൻ പോയി പഠിക്കണ്ട എന്നും പറയുന്ന അവസ്ഥ വരുമ്പോൾ സ്ത്രീകൾ ചികിത്സ കിട്ടാതെ മരിച്ചാൽ മതി എന്നല്ല ഈ പറയുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ വിമത ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ കുറച്ച് കാണുന്നതായിട്ടേ ഞാൻ പറയുള്ളൂ. ഇത് ആ നാട്ടിലുള്ള ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക രാഷ്ട്രവാദം അത് മുന്നോട്ട് വെക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകളുടെ പകർപ്പ് തന്നെയാണത്. അത് വിമത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഒരു ചെറിയ സാധനമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ മനസ്സിൽ വരിക എന്നുണ്ടെങ്കിൽ അതൊരു ലഘൂകരിക്കലായി മാറും. അത് പാടില്ല. ആ സംഗതി നമ്മുടെ നാട്ടിലും നടക്കാനുള്ള സാധ്യതയും അതുപോലെയുള്ള ആളുകളും ഇവിടെ ഉണ്ട്, നിലവിൽ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട് അതിലൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ കുറച്ച് കാണേണ്ട ഒരു വിഷയമല്ല എന്ന് ഓർമ്മിക്കാനുള്ളൊരു സംഗതി കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ വിമത തീവ്രവാദികൾ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് വിമത തീവ്രവാദികൾ എന്ന് വേണമെങ്കിലും പറയാൻ തോന്നും. ഇസ്ലാമിക രാഷ്ട്രവാദികൾ എന്ന് തന്നെ വിളിക്കണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ വിളിച്ചാലാണ് ആ സംഗതി. അതായത് ഏതൊരു രാജ്യത്തും അവിടെ ഒരു രാജഭരണമായാലും ശരി, ജനാധിപത്യമായാലും ശരി, അവിടെ ഔദ്യോഗികമായ ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം എന്തു തന്നെയാലും ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മളൊരു ഹസീന അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അത്ര ഡെമോക്രാറ്റിക് ഒന്നുമല്ല. പക്ഷേ ഒരു ഓട്ടോക്രസി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അവർ ഔദ്യോഗികമായി നിലനിൽക്കുന്ന സമയത്തോളം അവരൊരു അക്കൗണ്ടബിൾ ആയിരുന്നു ലോക ജനതയ്ക്ക് മുന്നിൽ. അവർ കുറേയെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് വരാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് അവർ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള നേതാക്കളെ ആ പാർട്ടിയെ നിരോധിക്കാനും അതിലെ നേതാക്കളെ തൂക്കിക്കൊല്ലാനൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ്. എന്നാലും അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു താനും. ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളും ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ പുറത്തേക്ക് പോയിട്ടുള്ളതും. അവർക്ക് താൽക്കാലികമായിട്ട് അഭയം കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരിട്ട് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ കേരളത്തിൽ വന്ന് വരെ താമസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, മീൻസ് ഒഫീഷ്യൽ അറിവോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രശ്നം അവിടെ ഉണ്ട്, പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഔദ്യോഗികമായ ഒരു വഴി അവിടെ ഉണ്ടായിരുന്നു. ആ സാധനത്തെ ഇപ്പൊ നമ്മൾ ഏകാധിപതി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കും. ചിലപ്പോൾ അവരെടുക്കുന്ന പല നിലപാടുകൾ ഏതൊരു വിഷയത്തിന് രണ്ട് വശമുണ്ടല്ലോ. ഒരു വിഭാഗത്തിന് ഒട്ടും യോജിപ്പുള്ളവയായിരിക്കില്ല, ചിലപ്പോൾ ഗുണകരമായിരിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു സംവിധാനം വേണം. അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ് ഒരു തീവ്രവാദം അവിടത്തേക്ക് ഇരച്ചെത്തും. ഒരു കൂട്ടം ആളുകൾ എത്തുമ്പോഴാണ് ഒരു രാജ്യം മൊത്തത്തിൽ അല്ലെ അസ്ഥിരപ്പെടുന്നത്. അതെ, അതായത് ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് ഹസീന ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ മികച്ച രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരവിടെ എങ്ങനെയാണ് അത് സാധ്യമാക്കിയത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രധാന കാര്യം എന്താണ്? അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ രാഷ്ട്ര സംവിധാനത്തെ ശിഥിലമാക്കാൻ വേണ്ടി എപ്പോഴും ഒരുങ്ങി നിന്നിരുന്ന മത തീവ്രവാദ കൂട്ടങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെയാണ് അവർ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഒരു പ്രധാന പണി അതായിരുന്നു. അത് ചെയ്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഇപ്പുറത്ത് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഉന്നതികളെല്ലാം കൈവരിച്ചത്. അപ്പോൾ
ഇപ്പം നമ്മൾ കാണുന്നത് ഈ മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന ആളുകൾ അവിടെ അപ്പർ ഹാൻഡ് നേടി. അവർ ഉപയോഗിച്ചത് ഒരു വിദ്യാർത്ഥി സമരമാണ്. അതിലൂടെയാണ് അവർ ഇതിലേക്ക് നുഴഞ്ഞു കയറി അവർക്കത് അൺകൺട്രോളബിൾ ആവുന്ന ഒരു ലെവലിലേക്ക് പോയി ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിച്ചത്. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള പൊതുജന പ്രശ്നങ്ങളിൽ, ജനകീയമായ സമരങ്ങളിൽ അവരേർപ്പെട്ടുകൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അത് അവരുടെ രാഷ്ട്രവാദത്തിലേക്കുള്ള വഴികളായിട്ട് ഇവർ ഉപയോഗിക്കും. ഇത് നമുക്ക് മുൻകൂട്ടി കാണാനും തടയാനും സാധിക്കണം. അതാണ് പറഞ്ഞത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ 2047 ഡോക്യുമെൻറ്റിൽ അവരെഴുതിയ സാധനമാണിത്. അതാണ് നമ്മൾ പറയുന്നത്. അവരതിൽ കൃത്യമായിട്ട് എഴുതി വെച്ച സാധനമാണ്. ജനകീയ സമരങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ നമ്മളാണ് അവർക്കുള്ളത് എന്ന് അവർക്ക് തോന്നിക്കണം എന്ന് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്തത്. ഇത് തന്നെയാണ് ഈ HTS എന്ന് പറയുന്ന പുതിയ തീവ്രവാദ സംഘടന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സംഘടന സിറിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഹമാസ് ചെയ്തത്. ഇത് തന്നെയാണ് ISIS ചെയ്തത്. ഇതാണ് നമ്മൾ പറയുന്നത്. ആന്റി CAA സമരത്തിലൊക്കെ നുഴഞ്ഞു കയറി അല്ലെ അവരിവിടെ എനിക്ക് തോന്നുന്നു ശരിക്കുള്ള മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഇവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു സമയത്ത് നിന്നും ഇപ്പൊ അവർ കുറച്ചുകൂടി ശക്തിപ്പെടാൻ കാരണമൊക്കെ ഈ CAA വിരുദ്ധ സമരമൊക്കെയാണ്. ഇതിനുള്ള ടാക്ടിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ഇത് ഇന്നോ ഇന്നലെയല്ല, ഏത് രാജ്യത്തും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജനകീയ വിഷയങ്ങളുണ്ടാവും. ഇന്ത്യയിൽ അത് ഇന്ത്യ അതിൽ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് അവിടെയും കൂടിയാണ്. അതായത് നമുക്ക് ഈ മോഡൽസ് അല്ലെങ്കിൽ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞത് ഇന്നോ ഇന്നലെ അല്ല. 1921 മാപ്പിള ലഹള എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം പോലും ഇത് തന്നെയാണ്. അതായത് ജന്മി കുടിയാൻ വിഷയവും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ അന്നത്തെ ജന്മികൾക്കെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സമരം അവസാനം എന്തായി? അവിടെ മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയിലേക്കല്ല എത്തിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം? ഇസ്ലാമിക രാജ്യം. ഇത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അവിടെ കൊന്ന് ഒടുക്കപ്പെട്ടത് ആരാണ്? ബ്രിട്ടീഷുകാരോ ജന്മികളോ അല്ലല്ലോ, ഹിന്ദുക്കൾ. സാധാരണ ഹിന്ദുക്കളല്ലേ അവിടെ കൊല്ലപ്പെട്ടത്. തൂർ കിണറിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ആരാണ് അത് കുത്തി നിറച്ചത്? കാഫിറുകളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടി ഉപയോഗിച്ച കിണർ എന്നല്ലേ അതിനെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ജനകീയ വിഷയമായിരുന്നു ഈ പറയുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ വിഷയമായിരുന്നു. ആ വിഷയത്തെ അതൊരു ഇവരുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയൊക്കെ അവർ മാറ്റുകയാണ് ചെയ്തത്. തുടങ്ങുന്ന സമയത്ത് പല ആളുകളുണ്ടാവും അതിന് കൂടെ. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവർക്ക് പ്രസക്തി ഉണ്ടാവില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ മുന്നോട്ട് വരും, ജമാഅത്ത് ഇസ്ലാമിക്കാർ മുന്നോട്ട് വരും, ഈ HTSകാർ മുന്നോട്ട് വരും, ഹമാസുകാർ മുന്നോട്ട് വരും. ആ റിയൽ ഗോൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനകത്ത് തെളിഞ്ഞു വരാനും അവരുടെ ലക്ഷ്യം മുന്നിൽ പിടിക്കാനും മറ്റുള്ള ലക്ഷ്യങ്ങളെല്ലാം ബാക്കോട്ടാക്കിക്കൊണ്ട് ഇവരുടെ ലക്ഷ്യമാണ് ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയാനും ഇവർക്ക് സാധിക്കും. അവിടെ അത് തിരിച്ചറിയാൻ നമ്മൾ വൈകി പോകുന്നു. അവിടെയാണ് ഇന്ത്യ പരാജയപ്പെടുക. പക്ഷേ ഒരു സമാധാനമുണ്ട്, കുറേയെങ്കിലുമൊക്കെ ഒരു ചെറിയ ബോധം ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊരു ആശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.